സ്തോത്രം, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, ഹല്ലേലൂയ. മറിയ ദൂതൻ ആമേൻ പറഞ്ഞപ്പോൾ ദൂതന്റെ ദൗത്യം കഴിഞ്ഞു, ദൂതൻ കയറിപ്പോയി. ഈ ആമേൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രത്യേകം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. സ്തോത്രം. എന്തിനാ ആമേൻ പറഞ്ഞത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. സ്തോത്രം. ഇത് ആക്ടിവേറ്റ് ആകുന്ന ഒരു സമയമുണ്ട്. സ്തോത്രം. ആമേൻ പറയുന്നതിന് ഇമ്പോർട്ടന്റ്. സ്തോത്രം, ഹല്ലേലൂയ. ദൂതൻ ആമേൻ പറഞ്ഞു, ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നീ പറഞ്ഞതുപോലെ നിന്റെ ഹിതം പോലെ എന്റെ മേൽ സംഭവിക്കട്ടെ എന്ന് അവൾ പറയുകയും ദൂതന്റെ ദൗത്യം കഴിഞ്ഞു. ആ ദൂത് അവിടെ മേൽ ഡെലിവേർഡ് ആയി. ഹല്ലേലൂയ. അവളുടെ മേൽ ആ ദൂത് ഇംപ്ലിമെന്റ് ആയി. സ്തോത്രം. ദൂതൻ കയറിപ്പോയി. അടുത്തത് മറിയ. ഹല്ലേലൂയ. ഈ ദൂത് ആക്ടിവേറ്റ് ആകും. നിങ്ങൾ കേട്ടോണം. മറിയ, ഹല്ലേലൂയ, സ്തോത്രം, എലിശബത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുക. മറിയ ആരുടെ വീട്ടിലേക്ക് ഇല്ല? എലിശബത്തിന്റെ വീട്ടിലേക്ക് ഇല്ല. എലിശബത്തിന്റെ വീട്ടിലേക്ക് ചെന്ന് സ്തോത്രം ദൂതിനെ റിസീവ് ചെയ്തിട്ട് വാ തുറക്കുകയും ഒരു വന്ദന സ്വരം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആയി. പരിശുദ്ധാത്മാവ് ആക്ടിവേറ്റ് ആയി. ഇന്ന് രാത്രികാലം നീ കേട്ടോ ദൂത്. നീ ഒരു ദൂതിനെ ആമേൻ പറയുമ്പോൾ, റിസീവ് ചെയ്യുമ്പോൾ നിന്റെ മേൽ ഡെലിവേർഡ് ആകുന്ന ദൈവശക്തിയാൽ നീ ഒരു സ്ഥലത്ത് ചെന്ന് നിന്നാൽ, ഒരു പട്ടണത്തിൽ ചെന്ന് നിന്നാൽ, ആ ദൂതിന്റെ ഡെലിവറൻസുകൾ നീ അനുഭവിക്കുവാൻ ഇന്ന് രാത്രികാലം ഇടയായി തീരും. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ എപ്പോഴും കേട്ടിട്ടുള്ളൊരു കാര്യം, പിള്ള ആ വന്ദനം കേട്ടോ പിള്ള ഉള്ളിൽ തുള്ളിയെന്ന്. പക്ഷേ അടുത്ത വാക്യം പരിശുദ്ധ അവന്റെ ഹൃദയത്തെ പ്രകാശിപ്പിച്ചു. ഞാൻ പോലും ഇതുവരെ ശ്രദ്ധിച്ചില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, നീ ഒന്ന് ശ്രദ്ധിച്ചേ. അടുത്തത് എലിശബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി പ്രവചിച്ചു. പിടികിട്ടി? നീ ദൂതന് ആമേൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? പരിശുദ്ധാത്മാവ് വരുമെന്ന് സ്തോത്രം അവൾ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അവളുടെ വായിൽ നിന്ന് വെളിപ്പെടുന്ന വാക്കിന്റെ മേൽ ദൈവശക്തിയുടെ ചലനമുണ്ടാകുക. ദൈവശക്തിയുടെ ചലനമുണ്ടാകുക. ഈ രാത്രികാലം വിശ്വസിക്കുന്നവർ ഇന്ന് രാത്രി പറ, കർത്താവേ, ഇന്ന് രാത്രികാലം ഞാൻ നിന്റെ ദൂതുകളെ ഈ രാത്രി സ്വീകരിക്കുക. ഇന്ന് രാത്രികാലം ഞാൻ സ്വീകരിക്കുന്ന ദൂതിന്റെ ശക്തി ഞാൻ ചെല്ലുന്നിടത്ത് ഇന്ന് രാത്രി ആ സാഹചര്യത്തിൽ, ആ വ്യക്തികളുടെ മേൽ, ആ കുടുംബങ്ങളുടെ മേൽ ഇന്ന് രാത്രികാലം ചലനമായി മാറട്ടെ. ഇന്ന് രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്നിലുള്ളവൻ ലോകത്തുള്ളവനേക്കാൾ വലിയവനാകിയ ഈ രാത്രികാലം നിന്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് രാത്രി ചില മേഖലകൾക്കകത്തിൽ അതിന്റെ ശക്തി എന്താണെന്ന് നീ തിരിച്ചറിയുന്നത് പോലെ ചലിക്കാൻ പോകുക. ആത്മശക്തിയുടെ പ്രവാഹം കണ്ടോ നിങ്ങള്? സ്തോത്രം. ആത്മശക്തിയുടെ പ്രവാഹം കണ്ടോ? സ്തോത്രം, ഹല്ലേലൂയ. എന്തടുത്ത നിമിഷം സംഭവിക്കുമെന്നറിയാതെ ചലനമില്ലാത്തൊരു ദൂതും കേട്ടിരിക്കുന്ന, ഹല്ലേലൂയ, സ്തോത്രം, എലിശബത്തിന്റെ അടുക്കിലേക്ക് ദൂതിനെ റിസീവ് ചെയ്ത മറ്റേ പുള്ളിക്കാരത്തേക്ക് വേണ്ടി ദൂതിനെ റിസീവ് ചെയ്ത ആരായിരുന്നു? അച്ഛനായിരുന്നു റിസീവ് ചെയ്ത. പക്ഷെ അച്ഛൻ വിശ്വസിക്കാൻ പോലും തയ്യാറായില്ല. പക്ഷെ ദൈവത്തിന്റെ ടൈം ആയപ്പോൾ ദൈവം നിർബന്ധിച്ചേൽപ്പിച്ചു കൊടുത്തു. കേട്ടോ, ദൈവത്തിന്റെ സമയമായതുകൊണ്ട് ദൈവം നിർബന്ധിച്ച്, നമ്മുടെ ഭാഷ പറഞ്ഞ കൈ പിടിക്കടാന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്തു. പറഞ്ഞു, നീ വെയിറ്റ് ചെയ്യ്, നിനക്ക് ഞാൻ തെളിയിച്ചു തരാം. സ്തോത്രം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആ കാലം കഴിഞ്ഞപ്പോൾ അവൾ ഗർഭം ധരിച്ചു. സ്തോത്രം. അടുത്തൊരു പദം, നമ്മൾ എടുത്ത കുറിവാക്യത്തിനകത്ത് ഒരു പദം കിടപ്പുണ്ട്. സ്തോത്രം. എലിശബത്ത് പറയുന്ന ഒരു പദമുണ്ട്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ ദൈവം എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി നിനക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ നീ വിശ്വസിച്ചു. മനുഷ്യരുടെ ഇടയിൽ നിന്റെ ലൈഫിനകത്തിൽ കിടന്ന ചില നിന്ദകള്, ചില അപമാനങ്ങള്, ചില അപവാദ വിഷയങ്ങളെ ഇന്ന് രാത്രികാലം പ്രശംസാ വിഷയമാക്കി മാറ്റുവാൻ ഈ രാത്രികാലം ദൈവം വിശ്വസ്തനെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി നീ അതിനെ ആമേൻ പറയുമ്പോൾ നിന്റെ വീടിനകത്തിൽ ചില നിന്ദാ വിഷയങ്ങൾ പ്രശംസാ വിഷയമാകും. ചില നിന്ദാ വിഷയങ്ങൾ പ്രശംസാ വിഷയമാകും.